ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ്റെ തൈ ഒരുവിധം വലുതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി നട്ടു കൊടുക്കാം. ഡ്രമ്മിലാണ് കേട്ടോ നട്ടു കൊടുക്കണേ. അപ്പോൾ ഒരു 2 തൈ ഞാൻ ആ മണ്ണോടെ എടുത്ത് നട്ടു കൊടുക്കുകയാണ്. ഇപ്പുറത്തെ ഡ്രമ്മിലാണ് കേട്ടോ നട്ടു കൊടുക്കണേ. അപ്പോൾ ഇവിടെ തക്കാളി ചെടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റിയേ. അതിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ആ ചെടിയൊക്കെ മാറ്റി കളഞ്ഞിട്ട് നമ്മൾ ഈ തണ്ണിമത്തൻ്റെ തൈ നട്ടു കൊടുക്കുകയാണ്. ഇതുപോലെ മണ്ണോടെ എടുത്ത് നമുക്ക് നട്ടു കൊടുക്കാം. 2 തൈ ഒന്നിച്ചാണ് കേട്ടോ നട്ടു കൊടുത്തിരിക്കണേ. ഒരു തൈ പിടിച്ചില്ലെങ്കിൽ ഒരു തൈയെങ്കിലും പിടിക്കും ഗൈസ്. അങ്ങനെ വിചാരിച്ചാൽ രണ്ടും ഒന്നിച്ച് നട്ടിരിക്കണേ. പിന്നെ അപ്പുറത്തെ ഡ്രമ്മിലും തക്കാളിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആപ്പിൾ തക്കാളി. അതിലൊക്കെ കുറച്ച് തക്കാളിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പറിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ചെടിയൊക്കെ മാറ്റിക്കളയാം. എന്നിട്ട് നമുക്ക് തണ്ണിമത്തൻ അങ്ങനെ പടത്തി വിടാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരെണ്ണം നട്ടു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഇവിടെ നട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ കുറേ പഴുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 5-6 ദിവസം പറിച്ചെടുത്തു കേട്ടോ. ഇന്നലെയും പറിച്ചായിരുന്നു. അപ്പോൾ ഇന്നും കുറച്ച് പഴുത്തിട്ടുണ്ട്, അതും കൂടെ പറിച്ചെടുക്കണം. ചീര വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ വന്നിട്ടുണ്ട്. ഇതിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ആദ്യം തണ്ണിമത്തൻ്റെ തൈക്ക് ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് ചീരയ്ക്കൊക്കെ ഒഴിച്ച് കൊടുക്കുക. ഇതൊക്കെ ഒഴിച്ച് കൊടുത്ത ശേഷം അപ്പുറത്ത് തണ്ണിമത്തൻ തൈ കൊണ്ടുപോയി നട്ടു കൊടുക്കണം. 2 ഡ്രമ്മിൽ നട്ടു കൊടുക്കാം. പിന്നെ ബാക്കിയുള്ളത് അതിൽ തന്നെ വിടാം. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് പടത്തി വിടാമല്ലോ. പന്തലൊക്കെ എടുത്ത് വിടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പുറത്തെ ഡ്രമ്മിൽ ഒരെണ്ണം നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മണ്ണൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇതിൽ ഒരു തൈയെ നട്ടു കൊടുക്കണുള്ളൂ. ചീരയൊക്കെ വന്നിട്ടുണ്ട്, പച്ചച്ചീര. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ സൈഡാക്കി നിർത്തിയിട്ട് ഇപ്പുറത്ത് നട്ടു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു തൈ നട്ടു കൊടുത്തിരിക്കുകയാണ്. ഇതിനും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കണം. ഇതിൽ സൈഡിലൊക്കെ പൂങ്കരിമ്പ് നട്ടിട്ടുണ്ട് കേട്ടോ. അതും ഉണ്ട്, തക്കാളിയും ഉണ്ട്. അപ്പോൾ സൈഡിൽ സ്ഥലമുള്ളത് കൊണ്ടാണ് ഞാൻ നട്ടു കൊടുത്തിരിക്കണേ. തക്കാളിയൊക്കെ പറിച്ച് മാറ്റിയ ശേഷം ചെടികളൊക്കെ മാറ്റി കൊടുത്താൽ അതിൽ പന്തലെടുത്ത് വിടാം. ഇനി നമുക്ക് ചീരയ്ക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ വഴുതന തൈക്ക് ഇടയിലൊക്കെ ഞാൻ ചീര വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, തൈയെല്ലാം പിടിച്ചിട്ടുമുണ്ട്. അതിൽ തന്നെ തണ്ണിമത്തൻ തൈ 2-3 ഉണ്ട് കേട്ടോ. അതങ്ങനെ വരട്ടെ എന്ന് വിചാരിച്ച് വിട്ടു ഗൈസ്. അപ്പോൾ ഈ ചെടി വന്നിട്ട് കുട്ടികൾക്കൊക്കെ തേച്ച് കുളിപ്പിക്കാൻ പറ്റും കേട്ടോ. ഒരു ആയുർവേദ ചെടിയാണ്, നല്ല മണമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടുത്തുള്ള ചേച്ചി തന്നതാണ്. അത് ഞാൻ കൊണ്ടുവന്നിട്ട് 2-3 ചെടി നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് വന്നിട്ട് കല്ലൂരിക്ക് ചെടിയാണേ. ഇത് രാവിലെ പശുമ്പാലിൽ കലക്കി കുടിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒരു 10 ദിവസമെങ്കിലും കുടിച്ചാൽ അതിൻ്റെ റിസൾട്ട് അറിയാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചെടി കൊണ്ടുവന്ന് നട്ടതാണ്, ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. അതിൻ്റെ വിത്ത് വീണിട്ട് എല്ലാ സ്ഥലത്തും മുളച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, സൈഡിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പറിച്ച് മാറ്റിയേ. അത് 1-2 ചെടിയിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ റിസൾട്ടൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കൊണ്ടുവന്നിട്ട് വെച്ച് വിട്ടതാണ്. നല്ലതാണ് കേട്ടോ. വഴുതനയിലൊക്കെ പൂവെടുത്ത് കായ്ച്ചു കേട്ടോ. ഒരു 5-6 കായൊക്കെ എടുത്തിട്ടുണ്ട് അപ്പുറത്ത്. അത് മൂക്കട്ടെ എന്ന് വിചാരിച്ച് വിട്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ എല്ലാത്തിനും വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. പിന്നെ കുറച്ച് തക്കാളിയൊക്കെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കുറേ പഴുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 2-3 ശംഖുപ്പൂവും വിട്ടിട്ടുണ്ടായിരുന്നു, അതും പറിച്ചെടുത്തേ. ഈ പൂവ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. എല്ലാത്തിനും നല്ലതാണ്. പിന്നെ ഇത് വന്നിട്ട് തക്കാളി, ആപ്പിൾ തക്കാളി കേട്ടോ. ഒരുവിധം പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ കുറേ പഴുത്തിട്ട് അതൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇന്നും കൂടെ പഴുത്തതൊക്കെ ബാക്കി ഞാൻ പറിച്ചെടുക്കുകയാണ് ഗൈസ്. അങ്ങനെ കുറച്ച് പച്ചമുളകും പറിച്ചെടുക്കുകയാണ്. മൂത്തത് നോക്കി ഞാൻ ആദ്യം പറിച്ച് വെച്ചതൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുറച്ചും കൂടെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ബാക്കി കുറച്ച് തക്കാളിയൊക്കെ ഉണ്ട് പഴുത്തത് 2-3 ചെടിയിൽ, അതും കൂടെ പറിച്ചെടുക്കാം. കാന്താരി മുളക് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വിത്തിന് വേണ്ടി വിട്ടിരിക്കുകയാണ്. ഒരു 5-6 എണ്ണം നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ തൈ എടുത്ത് മാറ്റി നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുപ്പിയിൽ വെച്ചിരുന്ന മുളകൊക്കെ മൂത്തൂട്ട എല്ലാം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഡ്രമ്മിൽ വെച്ചിരുന്ന ചെടിയിലും തക്കാളിയൊക്കെ പഴുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ പറിച്ചെടുക്കുകയാണ്. 2 ഡ്രമ്മിലും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്തും ഉണ്ട്.
അതും പറിച്ചെടുക്കാം. വഴുതനയൊക്കെ പൂവെടുത്ത് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 2-3 കായ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മൂക്കാൻ വേണ്ടി വിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇത്ര തക്കാളി അവിടെ നിന്ന് പറിച്ചെടുത്തു. നമ്മൾ ഇപ്പുറത്തെ ഡ്രമ്മിലും കൂടെ കുറച്ച് പറിച്ചെടുക്കാനുണ്ട്. പിന്നെ വാഷിംഗ് മെഷീനിലും കുറച്ചുണ്ട് കേട്ടോ, അതും കൂടെ പറിച്ചെടുക്കാം. അതിലധികമല്ല, ഒരു 2-3 തക്കാളി ഉണ്ടാവുള്ളൂ. അതിൽ 1-2 പഴുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ പറിച്ചെടുക്കണം. അങ്ങനെ ഇത്രയും തക്കാളി ഇപ്പുറത്ത് പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ സൈഡിൽ വന്നിരിക്കുന്നതൊക്കെ പൂങ്കരിമ്പാണേ. ഇപ്പുറത്ത് വാഷിംഗ് മെഷീൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. അവിടെ ഒരു തക്കാളി പഴുത്തിട്ടുള്ളൂ, 4-5 തക്കാളി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം പറിച്ചെടുത്തു. പിന്നെ പച്ചമുളകും ഉണ്ട് കേട്ടോ സൈഡിൽ. അപ്പോൾ അതും കൂടെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇത് കണ്ടില്ലേ, അതൊക്കെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പച്ചമുളക് ഒരു 5-6 ഉണ്ട്, അതും പറിച്ചെടുക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് വഴുതന തൈ നട്ടിട്ടുണ്ടായിരുന്നു, അതും വന്നിട്ടുണ്ട്. ഈ വാഷിംഗ് മെഷീനിൽ ഞാൻ കുറേ പച്ചമുളക് നട്ടിട്ട് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, തക്കാളിയും. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാന്താരിച്ചെടി വരുന്നുണ്ട്, അത് നമുക്ക് ആ സൈഡിൽ തന്നെ വിടാമെന്ന് വിചാരിച്ച് ഞാൻ വിട്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 2-3 തൈ ഉണ്ട് കേട്ടോ, 2 തൈ മാറ്റി നടണം, ഒരു തൈ വിട്ടിട്ട്. അപ്പോൾ 2-3 തക്കാളിയും കൂടി ഉണ്ട്, അത് പഴക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയെല്ലാം പറിച്ചെടുത്ത് താഴേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും തക്കാളി പച്ചമുളകും കിട്ടിയിട്ടുണ്ട്. ഇത് ഇന്നലെ പറിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ തക്കാളി നല്ലോണം പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്